Howdy guys, this is Zubin from Team Zubinology. We are in Norway. ഈ വെയിലും നമുക്കൊരു വിഷയമേ അല്ല. ഡെഡിക്കേഷൻ, പാഷൻ, ഇതെല്ലാം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. കൈ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞേ, നമ്മൾ പോകൂല. തോറ്റാൽ പിന്നെന്താ കാര്യം? പരാജയത്തിനൊരു വിലയില്ലാണ്ടായി പോകൂലേ? പരാജയത്തിനൊരു വില വേണ്ടേ? എന്തെല്ലാം ഞാൻ പറയുന്നല്ലേ. ഇങ്ങനത്തെ ഭ്രാന്തം കളികൾ ഇനിയും കാണണമെങ്കിൽ ഈ വീഡിയോൻ്റെ വ്യൂസും ലൈക്സും പോലെ ഇരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുഴയുക. പിന്നെ നിങ്ങൾ ഇതിന് പാഠം പഠിച്ച എന്താണ്? തോൽവി. അങ്ങനെ ഒരു സാധനമേ നമ്മുടെ ജീവിതത്തിലില്ല. വിജയം മാത്രം. മീനും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകും. ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചേ, നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ. ഇതെല്ലാം എടുത്തിട്ടേ പോന്നേ കണ്ട കളിച്ചിലിട്ടിട്ട്. ഡോൺ അണ്ടർ എസ്റ്റിമേറ്റ് മീ. വലിയ ഷൂട്ട് ഉണ്ടെന്ന് മിണ്ടാണ്ടെന്ന് നിങ്ങൾ. എന്റെ ഭക്ഷണത്തിന് ഷൂട്ട് എടുക്കാനല്ലേ ഈ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിനെ, നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകുന്നയാ. മിണ്ടാണ്ടെന്നോ. നട്ടുച്ചക്ക നട്ടുച്ചെല്ലാം വന്നിനി ഒക്കെ വരുന്നത് ആരെല്ലാം ഉള്ളിൻ്റെ ഒക്കെ കാണണ. മീൻ പിടിക്കുന്ന ഈ വീഡിയോ ഫുള്ള് കാണാം. അപ്പൊ തിരിയോ നമ്മൾ ഈ നട്ടുച്ചൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്നത്. എന്നിട്ട് കുറെ വ്യൂസ് എന്റെ ബാക്കിൽ വരുമല്ലോ, കാണിച്ചിട്ടാണ് കേട്ടാ. എന്താ വെച്ചാൽ ക്ലാസിക്കായി. പക്ഷെ നമ്പർ പ്ലേറ്റ് വന്നിട്ടില്ല. ഒരു 5 കൊല്ലം കൂടി 25 അല്ല 25. ഇപ്പോൾ 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലാസിക് ആയിട്ടാണ്. ക്ലാസിക്കിൻ്റെ മുന്നേ നമുക്കൊരു വീഡിയോ ഷോട്ട് കിട്ടീന്. ക്ലാസിക്കിനുള്ള വീഡിയോ ഷോട്ട് വേറെ എടുക്കാൻ പറ്റും. പാൽമ ബീച്ച് റിസോർട്ടാണ് നമ്മളുള്ളത്. നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. കയാക്ക് ചെയ്ത് മീൻ പിടിക്കാൻ പോവാണ്. തുടങ്ങല്ല നമുക്ക്. നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വെയിലും നമുക്കൊരു വിഷയമേ അല്ല. ഡെഡിക്കേഷൻ, പാഷൻ, എന്തെല്ലാം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. ഞാൻ ശരിക്കും വിചാരിച്ചാലേ ഇപ്പോൾ 4:30 മണിയായി. എന്നാലും നിങ്ങൾ നോക്കി ഞാൻ വീർത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവസ്ഥ നോക്കിയാൽ നമ്മൾ കയാക്കിംഗ് ആണ് മെയിൻ. കയാക്കിംഗ് ചെയ്ത് കുറച്ച് കാലറീസ് എല്ലാം ബേൺ ചെയ്ത് മീനിൻ്റെ അടുത്ത് എത്തി. മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. മീൻ കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിലില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ജാക്കറ്റ് ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഇവർ നിർബന്ധിച്ച് എടുപ്പിക്കുന്നേ ജാക്കറ്റ്. ഞാൻ കുറേ പറഞ്ഞേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിതെല്ലാം കടലിലെല്ലാം കുറേ നീന്തിയതാണ് 1988. പിടിക്കേണ്ട ചെറിയ ചെറിയ ഭാഗങ്ങൾ തുടങ്ങുകയാണ്. 2 പ്രാവശ്യം കുളത്തിയാൽ അത് പോകില്ല. പിന്നെ മീൻ കുടിയാൻ അവിടെ നോക്കും. അതാ ജ്യൂസ് പിടിച്ചോ. ഇതേതാ ജ്യൂസ്? ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് പിടിക്കുക. ടയർഡായി പോയി. 1.5 മണിക്കൂറോളം തുഴഞ്ഞ് മീൻ കിട്ടുന്ന ഒരു തുഴയലാവോ എന്നൊരു സംശയമില്ലായില്ല. കൈ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞേ, നമ്മൾ പോകൂല. തോറ്റാൽ പിന്നെന്താ കാര്യം? പരാജയത്തിനൊരു വിലയില്ലാണ്ടായി പോകൂലേ? പരാജയത്തിനൊരു വില വേണ്ടേ? എന്തെല്ലാം ഞാൻ പറയുന്നല്ലേ. കിട്ടിയ എന്തെങ്കിലും നമുക്ക് പറയാം. ഞാൻ പോവാം മോനെ. പടക്കം നോക്കിയേ. അതെ ഇന്നത്തേക്കുള്ളായി. നല്ല മനസ്സാണ്. ഷാജുവിന്റെ റിലീസാണ്. പടക്കും ചാടും പലതും ചെയ്യും. മൂപ്പറാണ് ഇതിന്റെ ആർട്ടിസ്റ്റ്. നമുക്ക് ഓൾറെഡി മീനുകളെല്ലാം കിട്ടി.
അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഈ മീനുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യും അത് കരക്കട് അടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ മീൻ വെച്ച് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? കരക്കെടുക്കാൻ ഏകദേശം നമുക്കൊരു 1/2 കിലോമീറ്റർ ഉണ്ട്. ആ 1/2 കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ തുഴഞ്ഞു പോട്ടെ. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ആക്കുന്നതായിരിക്കുന്നു. ഇനി ഇങ്ങനത്തെ ഭ്രാന്തൻ കളികൾ ഇനിയും കാണണമെങ്കിൽ ഈ വീഡിയോൻ്റെ വ്യൂസും ലൈക്സും പോലെ ഇരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിന് പാഠം പഠിച്ച എന്താണ്? തോൽവി. അങ്ങനെ ഒരു സാധനമേ നമ്മുടെ ജീവിതത്തിലില്ല. വിജയം മാത്രം. മീനും കൊണ്ടേ നമ്മളിവിടുന്ന് പോകും, ഇല്ലെങ്കിൽ നമ്മളിവിടെ നിന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, മീൻ ഓൾറെഡി കിട്ടിയില്ലേ, അവിടെ നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ തിരിച്ച് കരക്ക് പോവാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ നിന്നേനെ. നല്ല പ്ലാൻ ചെയ്തല്ല റിവേഴ്സ്. നമ്മൾ കരക്ക് അടുപ്പിക്കുമ്പോഴത്തേക്ക് തരാണ്ടില്ല. അതാണ് അങ്ങനെ നമ്മളിതാ കരക്കടി നമുക്കിന്ന് കിട്ടിയത്. കണ്ടാ പറയുമോ, നമ്മൾ ഒരു 2 മണിക്കൂർ കയാക്കൊക്കെ ചെയ്ത് മീനൊക്കെ പിടിച്ച് തളർന്നിരിക്കുകയാണ്. കണ്ടാ പറയൂലല്ലോ, അതാണ്. അടിപൊളിയല്ലേ? ഓ 45 ഡിഗ്രിയിൽ ഒരു ചെറിയൊരു നാരോ റോഡേ ഉള്ളൂ. അതിലേ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. മീൻ പിടിച്ച് അതിന് വെറുതെ തട്ടിക്കുട്ടി കഴിക്കണം. നല്ല സമാധാനത്തിരുന്ന് കഴിക്കല്ലേ. സമാധാനത്തിൽ എല്ലാം റിലാക്സ് ചെയ്ത് ഇരുന്ന് നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് നല്ല ഈ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റോഡൊക്കെ കാണുന്നുണ്ട്, വണ്ടികൾ പോകുന്ന ഒരു ഭയങ്കര നിശബ്ദതയാണ്, ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ നല്ല ഒരു ബ്രീസും ഉണ്ട്, കാറ്റും ഉണ്ട് അല്ലേ. കാറ്റിങ്ങനെ പതുക്കെ ഒരു അടിപൊളി ലൊക്കേഷനാണ്. വിൻ്ററും കൂടി ആയാൽ പിന്നെ നോക്കണ്ട, ഇവിടെ നിന്ന് ഞാൻ തോന്നുന്നു സ്ഥലം കിട്ടൂല അല്ലേ. അല്ലെങ്കിൽ ആർക്കും അറിയില്ലേ, നമ്മളിത് കാണിച്ചു കൊടുക്കും. ഡ്രോപ്പ് ഇൻ ലൊക്കേഷൻ. അപ്പം ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയേണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്താൽ മതി. ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എടുത്ത് കാണിക്കും, പോപ്പപ്പ് ചെയ്ത് കാണിക്കും. ജസ്റ്റ് ഒന്ന് കമൻ്റ് ഒന്ന് ഇട്ട് നോക്കുക, അപ്പോൾ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് പോപ്പപ്പ് ആവും. ട്രൈ. കവിളിന് ചുവപ്പിച്ചതോർമ്മയുണ്ടോ?